മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഏറ്റുമാനൂരിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. 2018 മഹാപ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് മീനച്ചിലാറ്റിൽ ഇത്രയധികം ജലനിരപ്പ് ഉയരുന്നതും ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ ഇത് 2018 നടന്നത്, അത് കഴിഞ്ഞ 8 വർഷം കൂടിയാണ് ഇത്രയും വെള്ളം കയറുന്നത്. താഴത്തും കൂടി എല്ലാം വെള്ളമായി, അമ്പലമെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ആ പ്രദേശത്ത് 10-15 വീടുകാരെല്ലാം ക്യാമ്പിലേക്ക് പോന്നിരിക്കുകയാണ്. ഒരു പാടശേഖരമാണ് ഇത്. ഈ താഴോട്ട് വെള്ളം പോകത്തില്ല. ഇത് അപ്പുറത്ത് മീനച്ചിലാറാണ്. മീനച്ചിലാർ ആറ്റിലെ വെള്ളം തീർന്ന മാത്രമേ അങ്ങോട്ട് പോവുകയുള്ളൂ. മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയതോടെ പാടശേഖരങ്ങളിലും വലിയ തോതിൽ വെള്ളം കയറി. പുന്നത്തുറ കക്കയം കമ്പനിപ്പടി റോഡ്, കണ്ണമ്പുര കണ്ണഞ്ചിറ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയതോടെ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രദേശത്ത് നിരവധി വീടുകളുടെ തറയോളം വെള്ളം കയറിയ നിലയിലാണ്. കക്കയം കിരാതമൂർത്തി ക്ഷേത്രത്തിലും വെള്ളം കയറി. ദുരിതബാധിത പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിച്ചു. പേരൂർ, മാടപ്പാട്, തെള്ളകം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. എല്ലാ വർഷവും നമുക്കിവിടെ ഇങ്ങനെ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ ഒരു സംഭവത്തിൽ ഇന്നലെ രാത്രി വരെ കുഴപ്പമില്ലായിരുന്നു. ഒരു വെളുപ്പിനെ കണ്ടാണ് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഇവിടെ 2-3 വീടുകൾ താഴെ കമ്പനിക്കടവ് ഭാഗത്തും പിന്നെ നമ്മുടെ ഉരിയമ്മാലി ഭാഗത്ത് ഒരു 3-4 വീടും ഉണ്ട്. അപ്പോൾ അവരാരും ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് ഇപ്പോൾ വരാനായിട്ട് നിലവിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് മാറാനായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കയറി അപകടകരമായ റോഡുകളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ മുന്നറിയിപ്പ് റിബണുകൾ കെട്ടി റോഡ് ഗതാഗതം പൂർണ്ണമായി നിർത്തിവച്ചിട്ടുണ്ട്.